ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ കൺസേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്, റഷ്യ നാറ്റോയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് പോളണ്ടിനെ അടിക്കാൻ വേണ്ടി ഡ്രോണുകൾ പറത്തിവിടുന്നുണ്ട്, തേനീച്ച കൂട്ടത്തിനെ പറത്തിവിടുന്ന പോലെ പറത്തിവിടുകയാണ് ഓരോ ദിവസം. ഇവിടെ എന്നിട്ട് ഇത് പോളണ്ട് ചോദിക്കും, ഇതെന്തെല്ലാം അപ്പുറത്ത് അത് ആ കയ്യിൽ നിന്ന് പോയതാണ് അത് എന്ന് പറഞ്ഞ് നീ അത് എല്ലാം തിരിച്ചയച്ചോ എന്ന് പറയും. അങ്ങനെ പോളണ്ടിനെ, അപ്പോൾ ഈ പോളണ്ടിനെതിരെയുള്ള എന്താണ് ഈ പറയുന്ന യുദ്ധപ്രഖ്യാപനം ഡയറക്റ്റ്ലി നാറ്റോയ്ക്കുള്ള യുദ്ധപ്രഖ്യാപനം കൂടിയാണ്, ഇൻഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി. അപ്പോൾ ഇത് ഡൊണാൾഡ് ട്രംപിന് വല്ലാതെ എന്താണ് സങ്കോചത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ഈ അറബിക്കൂട്ടങ്ങളുടെ പൊല്ലാപ്പ്. ഇവന്മാർ ഈ വെള്ള ലോഹം ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവന്മാർ ഇതിനകത്ത് കിടന്ന് വൻ പൊല്ലാപ്പ് കാണിക്കുകയാണ്. അപ്പോൾ എന്താണ് വയ്യ ഇതിൻ്റെ ഇടയിൽ ഒരുത്തൻ കിടപ്പുണ്ട്, ഇസ്രായേൽ, ഇവൻ്റെ അനിയൻ, ട്രംപിൻ്റെ അനിയൻ. അപ്പോൾ ഇവൻ അതിൻ്റെ ഇടയിൽ കിടന്ന് 360 ഡിഗ്രിയിൽ വരെ കറങ്ങി അടിക്കുകയാണ്. അപ്പോൾ ട്രംപിന് വല്ലാത്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണം ട്രംപിൻ്റെ. അതായത് ഈ കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഉന്നതങ്ങളിലെ ഇത് എന്ന് പറയും, എന്താ ഏകത്വം, അല്ലെങ്കിൽ ഉന്നതങ്ങളിലെ ഏകത്വം എന്ന് പറയും. നമ്മൾ അതായത് ഓപ്പറേഷൻ ഈ പറയുന്ന ഉറി അറ്റാക്ക് നടന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് നരേന്ദ്രമോദിക്ക് ആരോടും ചോദിക്കാൻ പോലും ഇല്ല. അതാണ് ഉന്നതങ്ങളിലെ ആ ഒരു ശൂന്യത, അല്ലെങ്കിൽ ശൂന്യത എന്നല്ല അതിനെ പറയുന്നത്, ഉന്നതങ്ങളിലെ ആ ഒരു ഏകത്വം. അതായത് ആരുമില്ല, കൂടെ ആരുമില്ല. അപ്പോൾ അതുപോലെ ട്രംപിന് ഇത് ലോകത്തിൻ്റെ പ്രസിഡന്റിൻ്റെ കസേരയാണത്. അവിടെ ഇരിക്കുമ്പോൾ ട്രംപ് ഒന്ന് ആലോചിച്ചു നോക്കുക, ആ കസേരയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പോട്ടെ, ഒരു ക്ലബിൻ്റെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഭയമൊക്കെയാണ്. ഇത്രയും പേരെ, ഒരു 100 പേരെ ഞാൻ നിയന്ത്രിക്കണമല്ലേ എന്ന് പറയുമ്പോൾ തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.